നിന്നോളി, ഞാനിതാ പോന്നേ. അയ്യേ കുഞ്ഞാമിത്ത, ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്ന, നിങ്ങൾ ഇങ്ങനെ ഒച്ച വെക്കാതിക്ക്. ഈ തവനെ കൊണ്ട് നാണം കേട്ടോ, ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുന്ന. സുലൈമാനെ, നീ വെറുതെ ഇരുന്നോ? മനുഷ്യർക്ക് ഇവിടെ പേടിച്ചിട്ട് കഴിയുന്നില്ല. പേടിക്കാൻ എന്താ ഉള്ള കുഞ്ഞാമിത്ത, ഫ്ലൈറ്റ് പൊന്തി കഴിഞ്ഞില്ലേ? ആദ്യമായിട്ട ഫ്ലൈറ്റില് നീ കാക്കണേ. ഈ തവനെ കൊണ്ട് തോറ്റ്. നീ ഒന്ന് പുറത്തോട്ട് നോക്ക്, ആകാശെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടതാ. നിന്റെ ഫ്ലൈറ്റ് എത്രയോ ഉയരത്തിലാ പറക്കുന്നത്, ആകാശത്തിന്റെ മുകളിലാ പറക്കുന്നത്. ഏന്റി, അത് ആകാശല്ല, മേഘങ്ങളാണ്. മോടം പോലും കണ്ടാ തിരിച്ചറിയില്ല എനിക്ക്. അത് മേഘായിരുന്നോ? എന്ത് രസാ മേഘങ്ങളെ കാണാൻ. ഒരു ചിറകുണ്ടായിരുന്നെങ്കിൽ. എന്തിനാ ചിറക്? ആ മേഘങ്ങളുടെ ഇടയിലൂടെ പാറി പറക്കായിരുന്നു. എല്ലാത്തിനും ആഗ്രഹമായി പോയി. ആന്റി ഒരു കാര്യം ചെയ്യും, പാരച്യൂട്ടിൽ പറഞ്ഞോളി. പാരച്യൂട്ടിൽ പറക്കാൻ പറ്റോ? പിന്നല്ലാതെ. എന്റെ ബാഗിലുണ്ട് പാരച്യൂട്ട്, എടുത്തിട്ട് പറഞ്ഞാലോ ആയിമരുന്നിട്ട്. ആന്റിന്റെ ബാഗിൽ പാരച്യൂട്ട് ഉണ്ടോ? ആടാ, സത്യമായിട്ടുണ്ട്. അതിപ്പോ എങ്ങനെ എടുക്കുക? കൊള്ളാലോ. ആന്റി പാരച്യൂട്ടിലായിട്ടാണോ വന്നത്? പിന്നല്ലാതെ. ഈ ആന്റിനെ പറ്റി എന്താ നീ കരുതിയേ? നിക്കടാ, ഞാൻ എടുക്കട്ടെ. ഇപ്പൊ കാട്ടിത്തരാം, എന്റെ ബാഗിലുണ്ട്. ഇതാ പാരച്യൂട്ട്. ഇതാണോ നിങ്ങൾ പറഞ്ഞ പാരച്യൂട്ട്? ഇതാണ് എന്റെ അടുത്തുള്ള പാരച്യൂട്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച പാരച്യൂട്ട് ഇതല്ല. പിന്നെ നിങ്ങൾ ഏതാ ഉദ്ദേശിച്ചേ? ഈ പാരച്യൂട്ടിൽ പറക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇന്ന് അറിയുന്നു. നിങ്ങൾ എന്ത് മണ്ടത്ര പറയുന്നേ? അത് ശരി, ഞാൻ എന്ത് മണ്ടത്ര നിങ്ങളോട് പറഞ്ഞേ? നിങ്ങളല്ലേ പറഞ്ഞ പാരച്യൂട്ടിൽ പറക്കാൻ പറ്റൂന്ന്? പാരച്യൂട്ടിൽ പറക്കാൻ പറ്റും, പക്ഷേ ഈ പാരച്യൂട്ട് അല്ല ആന്റി. ഇനി വേറെ പാരച്യൂട്ട് ഉണ്ടോ? എന്നാ അതൊന്ന് വാങ്ങണം. എനിക്കറിയില്ല ഇനി വേറെ പാരച്യൂട്ട് ഉള്ളത്. ആന്റി, ഞങ്ങൾ ഉദ്ദേശിച്ച പാരച്യൂട്ട് എന്ന് പറഞ്ഞാല് ആന്റി വലിയൊരു ബലൂന് പോലെ ഉണ്ടാവും. അതിന് കാറ്റ് നിറച്ചിട്ട് അതിന് ബെൽറ്റെല്ലാം ഇട്ടിട്ട് അരക്കും കൗത്തുക്കെല്ലാം ബെൽറ്റെല്ലാം ഇട്ടിട്ട് പറക്കാൻ പറ്റും. അതാ ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പൊ ഈ പാരച്യൂട്ടില് പറക്കാൻ പറ്റൂലേ? ആന്റി, ഇത് തേങ്ങ എന്നല്ലേ, ഇതിനെങ്ങനെ പറക്കാ? അതെന്ത് വാക്കാടാ, നിങ്ങളല്ലേ പറഞ്ഞേ പാരച്യൂട്ട് ഉണ്ടെങ്കിൽ അതിൽ പറക്കാന്ന്. അപ്പൊ ഞാൻ കരുതി ഇതെല്ലാം മേത്ത് തേച്ച് പിടിപ്പിച്ചാ പറക്കാൻ പറ്റൂന്നാ. ഇത്ര വിവരമില്ലാത്തൊരു ജന്തുവിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാനും. അല്ലടാ, പാരച്യൂട്ടിൽ പറക്കാൻ പറ്റൂന്ന് പറഞ്ഞത് നിങ്ങളല്ലേ? ഇപ്പൊ പാരച്യൂട്ട് തന്നപ്പോ അതിൽ പറക്കാൻ പറ്റൂല പറയുന്നത് നിങ്ങൾ തന്നെയല്ലേ? പിന്നെ എന്നെന്തിനാണ് വിവരം കിട്ടുന്നെന്ന് പറയുന്നേ? എനിക്കല്ലേ വിവരക്കേട്, നിങ്ങൾക്കാ. ഒരു കാര്യത്തെ പറ്റി അറിയുമ്പോ വിശദമായി അറിയണം, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അവസാനം ഞാൻ മണ്ടത്തിയും പോളത്തിയും ആവും. സത്യത്തില് ആന്റി ഇത്രയും മന്ദബുദ്ധിയായിരുന്നോ? ആന്റിക്ക് അറിയാവുന്ന പാരച്യൂട്ട് ഇതായിരിക്കും, അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയാ? ആന്റിയെ തെറ്റു പറയാൻ പറ്റൂല, അതും പാരച്യൂട്ടാണല്ലോ. അത് ശരി, ഇപ്പൊ അതങ്ങനെയായോ? അതിന് ആന്റി പിന്നെ ഒരു കാര്യം, ആന്റി ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഇത് വല്ലാത്തൊരു ഉറക്കായി പോയി. ആന്റി ഉറങ്ങിയടാ. ആന്റിന്റെ തലയില് തളം വെക്കാനായി. ബാടേക്രോ, നമുക്ക് മേഘങ്ങളുടെ ഇടയിലൂടെ പാറി പറക്കാം. എന്താ സ്വപ്നം കാണാണോ? മേഘങ്ങളുടെ ഇടയിലൂടെ ഇങ്ങനെ പഞ്ഞി പോലെ പാറി പറക്കണം. എന്താടാ, എന്താ പറ്റിയേ? ഒന്നും പറ്റിയിട്ടില്ല, എന്റെ കൈ പിടി. കൈ വിടേക്രോ, എന്തിനാ എന്റെ കൈ പിടിച്ചു വലിക്കുന്നത്? ഞാനാണോ കൈ പിടിച്ചു വലിച്ച? നിങ്ങളല്ലേ. ഞാൻ എന്തിനാ നിന്റെ കൈ പിടിച്ചു വലിക്കുന്നത്? നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? മേഘങ്ങളുടെ ഇടയിലൂടെ പാറി പറിക്കാന്ന് പറഞ്ഞിട്ട് എന്റെ കൈ പിടിച്ചു വലിക്കില്ലായിരുന്നോ? അത് സ്വപ്നായിരുന്നടാ. ഞാന് മേഘങ്ങളുടെ ഇടയിലൂടെ കളിക്കാൻ വേണ്ടി നിന്റെ കൈ പിടിച്ചു വലിച്ചതാ. സ്വപ്നായിരുന്നു അത്. നിങ്ങളെ വരക്കാമത്തൊരു സ്വപ്നം. എന്ത് രസമായിരുന്നു പറഞ്ഞോ. അപ്പൂപ്പൻ താടി പോലെ പാറി പറന്ന് കളിക്കാം മേഘങ്ങളുടെ ഇടയിലൂടെ. നിങ്ങൾ സ്വപ്നത്തിലൂടെ ആ പാരച്യൂട്ടിലിരുന്ന് പോയിട്ടുണ്ടാവല്ലേ? സ്വപ്നമായിരുന്നല്ലേ, എന്തോ ഒരു റിയാലിറ്റി ആയിരുന്നു. എക്സ്ക്യൂസ് മീ. യെസ്, കിസ് മീ. ഈ ഏന്റിനെ കൊണ്ട് തോറ്റു. എക്സ്ക്യൂസ് മീ പറഞ്ഞാൽ അതല്ല അർത്ഥം. മാഡം, ടെൽ മീ മാഡം. ഐ ആം മാഡം, യു മാഡം, സോ വി ആർ ആൾസോ മാഡം. ഏന്റി ഒന്ന് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻറ്റി. നീ പോട ചെറുക്കാടുന്നു. എപ്പോഴും എന്നെ ഉപദേശിക്കാൻ മാത്രം രണ്ടെണ്ണം. മാഡം, യു ടെൽ മീ മാഡം. മാഡം, നിങ്ങൾക്ക് ജ്യൂസോ വെള്ളമോ ആവശ്യമുണ്ടെങ്കിൽ എടുത്തോളൂ. ആവശ്യമുണ്ടോന്നോ? മനസ്സിലെ കുടല് കരിയുന്നുണ്ട്. എനിക്ക് ജ്യൂസും വേണം, ബിരിയാണിയും വേണം. സോറി മാഡം, ബിരിയാണി ഇവിടെ അവൈലബിൾ ഇല്ല. എന്ത്, ബിരിയാണി ഇല്ലേ? നോ മാഡം.
ഓൺലി സ്നാക്സ് ആൻഡ് ടീ കോഫി ഓർ ജ്യൂസ് അത്രേ ഉള്ളൂ. എന്ത് ഫ്ലൈറ്റാ നിങ്ങളെ? ഒരു ഭക്ഷണം തരൂലെന്ന് വെച്ചാൽ ഇത്രയും പൈസ കെട്ടിയിട്ട് വരുമ്പോ വയറു നിറച്ചും ഭക്ഷണം തരണ്ടേ? സോറി മാഡം, നിങ്ങൾ അത് കാര്യമാക്കണ്ട. ഓ ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ ആ ഉണക്കമുള്ള ആർക്ക് വേണം? ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ, താങ്ക് യു മാഡം. ഇതന്നെ ധാരാളം, താങ്ക് യു. ഇത് ധാരാളമൊന്നല്ല. നിങ്ങളെ പൈലറ്റിനോട് പറ എവിടെയെങ്കിലും ഹോട്ടൽ കണ്ടാ നിർത്താന്. അയ്യോ മേഡം, ഇത് ആകാശത്തിലൂടെ പോണ്, റോഡിലൂടെ അല്ല. ഓ അത് പിന്നെ അറിഞ്ഞൂടെ? ഷോ നാണം കെട്ട്, ഞാൻ ബസ്സിൽ നിന്ന് കരുത്തി പറഞ്ഞു പോയതാ. ഓക്കെ താങ്ക് യു. ഏന്റി, ഇത് ലാസ്റ്റ്. ഇനി എന്തെങ്കിലും പൊട്ടത്രം വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ. ഞാനൊരു പൊട്ടത്രം പറഞ്ഞില്ല. പിന്നെ അവരോട് ബിരിയാണി ചോദിച്ചാൽ ബിരിയാണി തന്നൂടെ അവർക്ക്? ആകാശത്തിലെവിടെ ഹോട്ടലുള്ളേ? പിന്നെ ഇവരെല്ലാം ചന്ദ്രഗ്രഹത്തിൽ അവിടെ ഇവിടെയെല്ലാം പോയിട്ട് എന്താ കാട്ടുന്നത്? അവർക്കൊരു ഹോട്ടൽ കെട്ടിയിട്ടൂടെയല്ലോ. മനുഷ്യൻ ആകാശത്ത് നിന്ന് വിശന്നാല് വിശന്ന് ചാവണം. എന്നിട്ട് ഇവർ തന്നതോ ഉണക്ക കൊള്ളി ചിപ്സും ഒരു ജ്യൂസും. ആർക്ക് വേണം ഇതെല്ലാം? എനിക്ക് ബിരിയാണി വേണം. ഏന്റി, നമ്മൾ ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ട് അവിടുന്ന് ഭക്ഷണം കഴിക്കാം. വിശക്കുമ്പോ ഭക്ഷണം കഴിക്കണ്ടേ? വിശപ്പ് കെട്ട പിന്നെ ഭക്ഷണം കഴിക്കല? ഈ പൊട്ടത്തിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പൊട്ടത്തിന് നിന്റെ ഉമ്മ വൈശമ്മ. നിങ്ങൾക്ക് വേണ്ടടാ ഇതാ. ഇത് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തീർത്തോ? ഇത് മുഴുവനും തീർത്തില്ലല്ലോ, കുറച്ച് നിങ്ങൾക്ക് വെച്ചിട്ടില്ലേ? ഇത്രയും തോന്നി വേണ്ടായിരുന്നു. വേണ്ടേ? അപ്പൊ അതെല്ലാം കാലിയാക്കിയോ? ഈ ആന്റി എത്ര പെട്ടെന്ന് തീർക്കുന്നേ? നിങ്ങളല്ലേ വേണ്ടാന്ന് പറഞ്ഞേ? ഒരു മര്യാദക്ക് മയത്തിന് തിന്നേണ്ടി. ഇനി അതിലിപ്പോ ഒന്നായിട്ട് എന്തിനാ വെച്ചാൽ അത് തിന്നോളി. എന്താ നിങ്ങൾക്ക് വേണ്ടേ? ആന്റി തിന്നോളൂ. കണ്ടില്ലേ, കാലിയാക്കി ഞാന്. ആന്റി മൊത്തത്തിൽ തിന്ന് തീർത്തോ? ഷടാ കുരുപ്പള, നിങ്ങളല്ലേ പറഞ്ഞ വേണ്ടാന്ന്, അതുകൊണ്ടല്ലേ ആന്റി തിന്നേ. ഒരിക്കൽ പറയും വേണ്ടാന്ന്, പിന്നെ പറയും കഴിഞ്ഞതിന് ശേഷം വേണമെന്ന്. ആന്റിന്റെ ഗ്ലാസ് എവിടെ? ഏത് ഗ്ലാസ്? കൂളിംഗ് ഗ്ലാസോ? കൂളിംഗ് ഗ്ലാസ് അല്ല, നിങ്ങൾക്ക് ഇപ്പൊ ജ്യൂസ് ഗ്ലാസ് എവിടെയാണ്? അതെന്തിനാ എനിക്ക്? ഞാനേ ജനൽ കൂടെ അങ്ങോട്ട് താഴോട്ട് ചാടി. അങ്ങനെ ജനൽ കൂടെ ഒന്നും താഴോട്ട് ചാടാൻ പാടില്ല. താഴേല് മനുഷ്യന്മാരെന്തോ ഉൽക്ക വന്ന് വീണ് പറഞ്ഞിട്ട് പായി നോക്കിക്കോളി. നാളത്തെ ന്യൂസ് നോക്കിക്കോളി. എല്ലാവരും ഉൽക്ക വന്ന് വീണ് പറഞ്ഞിട്ട് ആൾക്കാർ ഓടിക്കൂടുന്നത്. ഈ ആന്റിനോട് പറഞ്ഞിട്ട് കാര്യമില്ലടാ. അങ്ങനെ ടി വിക്കാർക്ക് ന്യൂസ് ചാനലൊക്കെ നല്ല നല്ല കോളായി. ഇത് ശരിക്കും പൊട്ടത്തിയാണോ അല്ല പൊട്ടത്തിയായി അഭിനയിക്കണം? ഓ ഇതെന്താ വയറുവേദനിക്കുന്നേ? ഓ എന്തോ ഒരു വയറുവേദന. കക്കൂസ് പോവാൻ മുട്ടുന്നു. സൽമാനെ, എനിക്ക് കക്കൂസക്ക് പോണടാ. ടോയ്ലറ്റിലേക്കോ? അടുത്തേക്കല്ല, പിന്നെ പോവാ. എനിക്ക് ഫസ്റ്റ് കക്കൂസിലേക്ക് പോണം. അതന്നെ മറുകൂടത്തി ആന്റി ഞാൻ ഉദ്ദേശിച്ചത്. കക്കൂസിന് എന്നെ ടോയ്ലറ്റ് ഒന്നും പറയാം. എന്താ ഇംഗ്ലീഷ് ക്ലാസ് അല്ല പിന്നെടുക്കാം. എനിക്കൊന്ന് കക്കൂസ് പോണം. ആ ചിപ്സ് എല്ലാം ഒറ്റക്ക് വാരി വീങ്ങും ഓർക്കണായിരുന്നു. ഇത്രയും വല്ല ബോക്സിലുള്ള ചിപ്സ് ഒറ്റക്ക് തിന്നണല്ലോ, പിന്നെ വയറുവേദനിക്കാതെക്കോ? എനിക്കറിയാം, നിങ്ങൾ കൊതി കൂടിയല്ലേ. ആണെങ്കിൽ കണക്കായി പോയി. എന്താ നിങ്ങളോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചതാ വേണോ വേണോന്ന്? എന്നിട്ട് അരച്ച കൂടിയിട്ട് എനിക്കിപ്പോ വയറുവേദനിക്കുന്ന. അതല്ല, റെഡിമെയ്ഡ് ഫുഡല്ലേ, അത് വയറ്റിന് പിടിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും. ഒരുപാട് വലിച്ചു വാരി തിന്നും ചെയ്ത് നിങ്ങൾ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് കക്കൂസ് പോകണം. നിങ്ങൾ അതിലൂടെ പോയി ബാക്കോട്ട്, അവിടെ ഉണ്ടാവും ടോയ്ലറ്റ്. അവിടെ ഹെയർ ഹോസ്റ്റസിനോടൊന്ന് ചോദിച്ചാൽ മതി. ഞാൻ തനിച്ചോ? നിങ്ങളും പോരിയടാ. ടോയ്ലറ്റിലേക്ക് കൂട്ടുവാണോ? എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞൂടാ. വരിയടാ എന്റെ കൂടെ. തിരുനാക്ക് വിളിച്ചപ്പോഴേ പറഞ്ഞല്ലോ സംസാരിക്കാൻ അറിയില്ലാന്ന്. ഇപ്പോൾ മുതലെടുക്കുക. എനിക്ക് നല്ലോണം വയറുവേദനിക്കുന്നുണ്ട്. എന്നെ ഇപ്പൊ ഇവിടുന്ന് കൂട്ടിയിട്ട് പോയിട്ടില്ലെങ്കിൽ ഞാൻ എന്താ ജനലൂടെ എന്നെ കാര്യം സാധിക്കുവേ? നിങ്ങൾ വേണമെങ്കിൽ അതും ചെയ്യും. കൂട്ടിട്ട് പോയില്ലെങ്കിൽ മൊത്തത്തിൽ ഇവിടെ നാട്ടിക്കും. പാടാ, എനിക്ക് തനിച്ചു പോകാൻ പേടിയാ. ഒന്ന് നടന്നൂടി, ഞാൻ വരാം. ഒരു വയറുവേദന കുറച്ച് ആശ്വാസമായി. ബലാലാണ് കൊതി കൂടിയതാ. അതിനെങ്കിലും കുറച്ച് കൊടുത്താൽ മതിയായിരുന്നു. എന്തൊരാശ്വാസം, സമാധാനം. എന്തൊരാശ്വാസം, എന്തൊരാവേശം. ഇതെന്താ സ്വർണ്ണക്കട്ടെ? ഇതെന്തോ സ്വർണ്ണ തോന്നുന്നു. കള്ളക്കടത്തിൽ വീണുപോയതാന്ന്. ഇതാരും കാണാതെ ഷോളിനുള്ളിൽ ഇട്ടിട്ട് കൊണ്ടുപോവാ. ഇവിടെ വെക്ക ആരും കാണൂല. കണ്ട അവർക്കും കൊടുക്കേണ്ടി വരും. കുറഞ്ഞത് 2 പവനെങ്കിലും ഉണ്ടാവും. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. വയറുവേദന കുറഞ്ഞോ? കുറഞ്ഞു. അതെന്നാ എനിക്കറിയാത്ത. കൊടുക്കത്തെ ചിരിയ. ടോയ്ലറ്റ് പോകുന്നവരെ കരഞ്ഞുകൊണ്ടാ പോയ. വരുമ്പോ ചിരിച്ചുകൊണ്ടാ വരുന്നത്. എന്താണ് വല്ല നിധിയും കിട്ടിയോ? അതെങ്ങനെ നിനക്കറിഞ്ഞി? നിങ്ങൾക്ക് എന്താ നിധി കിട്ടിയോ? അതെങ്ങനെ അവനക്കറിഞ്ഞി? ഇതൊക്കെ 1-2 പവനുണ്ടാവും. എനിക്ക് നിധി കിട്ടി. നിധി അതും കക്കൂസ് പോയപ്പോ. ബുള്ളറ്റ്. ഇത് കൊടുത്തിട്ട് വേണം സുലൈമാൻ കാക്ക ഒരു ബുള്ളറ്റ് വാങ്ങാൻ. ആന്റി, ആ ബുള്ളറ്റ് അല്ല, ഇത് ഗണ്ണിന്റെ ഉള്ളിലിരുന്ന ബുള്ളറ്റ് ആന്റി. നമുക്ക് ഏത് ബുള്ളറ്റ് വേണമെങ്കിലും വാങ്ങാലോ. അതിനിപ്പോ എന്താ, ഫസ്റ്റ് ഇത് കൊടുക്കട്ടെ. എത്ര കിട്ടും? 2 പവൻ കൊടുത്താ ഇപ്പൊ 1.5 ലക്ഷം റുപ്യന്റെ അടുത്ത് കിട്ടും. അപ്പൊ സുലൈമാൻ കാക്ക നല്ലൊരു ബുള്ളറ്റ് വാങ്ങണം. ആന്റി, ഇത് തോക്കിന്റെ ഉള്ളിൽ ഇട്ടിട്ട് വെടി വെക്കുന്ന ബുള്ളറ്റാ. അയ്യോ തോട്ട.
കൊലയാണെന്ന് പറഞ്ഞിട്ട് ജയിലിലിടും നിങ്ങളെ. ദാ ആ എയർ ഹോസ്റ്റസിനെ വിളിച്ചിട്ട് കാര്യം പറ, ഇങ്ങനെ ടോയ്ലറ്റിൽ നിന്ന് വീണ് കിട്ടിയതാന്ന്. ഇന്റെ അല്ലോ, ഇതാണോ ഞാൻ നിധി പറഞ്ഞിട്ട് പൊറക്കിട്ട് വന്ന്? ഞാൻ സത്യത്തിലും ഈ സ്വർണ്ണ കള്ളക്കടത്ത് ചെയ്യൂല, അവരെ കയ്യിൽ നിന്ന് വീണ് പോയ സ്വർണ്ണ കെട്ടിന്നാ വിചാരിച്ചേ. ഇതിവിടെ കിടന്ന് പൊട്ടൂടാ. ഇതെന്താ അങ്ങനെ പൊട്ടാനും പോകുമ്പോ? ഇത് കണ്ണിന്റെ ഉള്ളിൽ ഇട്ടിട്ടല്ലല്ലോ പൊട്ടുള്ളൂ.